നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് സുപ്രീം കോടതി ഒരു അടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് ലോ പോലെയുള്ള ഈ നിയമ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്, രാവിലെ തന്നെ വന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയോട് സുപ്രീം കോടതി ചോദിച്ചത്, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊന്നും പറയത്തില്ലല്ലോ. നമ്മുടെ സൈന്യത്തിനെതിരെ ആക്ഷേപകരമായ പ്രസ്താവന നടത്തിയതിനെതിരെയുള്ള കോടതിയലക്ഷ്യ ഡിഫമേഷൻ കേസ് റദ്ദാക്കണമെന്നുള്ള കേസിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ചേട്ടനത് കണ്ടോ വാർത്ത? കണ്ടു. ഈ 2000 സ്ക്വയർ കിലോമീറ്റർ ചൈന പിടിച്ചുകൊണ്ട് പോയി. നിങ്ങൾക്ക് ഇതെങ്ങനെ അറിയാം? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ എന്താ ഈ രാജ്യത്തിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും രാജ്യത്തോട് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. നിങ്ങളെങ്ങനെ ഈ ലീഡർ ഓഫ് ഒപ്പോസിഷനായിട്ടിരിക്കുന്നു? നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ദീപാങ്കർ ദത്ത അദ്ദേഹം ഫയർ ചെയ്തത്. ബട്ട് ഫൈനലി പറഞ്ഞു, ആ കേസ് സ്റ്റേ ചെയ്തു പുള്ളി. ബട്ട് ഈ പറയാനുള്ളത് പറഞ്ഞു. വാസ്തവത്തിൽ എല്ലാ മീഡിയയിലും വരേണ്ടതാണ്. അതെ, രാഹുലിന് വൻ തിരിച്ചടി എന്നൊക്കെ പറഞ്ഞ് വരേണ്ടതാണ്. മോദിക്കെതിരെ ആണെങ്കിൽ അയ്യോ എൻ്റെ ദൈവമേ, അതോടെ മോദി രാജിവെക്കണം എന്നുള്ള ആവശ്യം മുറവിളിയൊക്കെ വരും. രാഹുൽ ഗാന്ധിക്ക് ആ ഒരു പരിഗണന, പ്രിവിലേജ് ഉണ്ട്. അത് ഇവിടെയുള്ളൂ കേട്ടോ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്തുള്ള ചാനലുകളൊക്കെ വരും ഇത്. സുപ്രീം കോടതി ഇങ്ങനെ. പക്ഷേ ചേട്ടാ, അതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ നമ്മൾ വായിച്ചതിനകത്ത് അവസാനം പറയുന്നുണ്ട്, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാകുമ്പോൾ കാഷ്വാലിറ്റീസ് സ്വാഭാവികമാണ്. അതിന് നിങ്ങൾ ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനക്കാർ കൊല്ലുന്നു എന്നൊക്കെ പറയാമോ എന്ന് ചോദിക്കുക. അതിപ്പോഴും പ്രസക്തമല്ലേ? എവിടെ 5 വിമാനങ്ങൾ എന്നൊക്കെ ഈ മനുഷ്യൻ ചോദിക്കുന്നത്? അതെന്ത് പുള്ളി ഈ ജുബ്ബ മാറ്റി ടീഷർട്ടാക്കിയല്ലോ ലോക്സഭയിൽ. അത് തന്നെ സ്പീക്കർക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്പീക്കർ 1-2 തവണ പറഞ്ഞു, ഇതിലൊരു ഡീസൻറ്റ് ഡ്രസ്സല്ല ലോക്സഭയിൽ വരാനുള്ളത്. ഈ ഫുൾ സ്ലീവ് പണ്ട് മുതലേ ലോക്സഭയിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അത് പിന്നെ നിഷ്കർഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഉത്തരേന്ത്യക്കാരെല്ലാം ഈ ജുബ്ബ വേഷ്ടി അതായിരുന്നു ആദ്യത്തെ ആൾക്കാരുടെ വേഷം. ഇന്നിപ്പോൾ അത് ധരിക്കുന്ന കഷ്ടിച്ച് രാജ്നാഥ് സിംഗ് വല്ലപ്പോഴും ഉടുക്കാറുണ്ട്. ബാക്കിയെല്ലാം കുർത്ത പൈജാമ, അല്ലെങ്കിൽ പാൻറ് കുർത്ത, അല്ലെങ്കിൽ മറ്റേ നെഹ്റു വെസ്റ്റ് എന്ന് പറയുന്ന ആ സാധനം. ബട്ട് സ്ലീവ് എപ്പോഴും ഫുള്ളായിരിക്കും. അതൊരു ഇൻ്റർനാഷണലി തന്നെ ഫുൾ സ്ലീവിൽ വേണം ഈ ഒരു ഓഗസ്റ്റ് സഭയിൽ പ്രവേശിക്കാൻ. ഹൈക്കോടതിയിൽ പോയി നോക്കിക്കൂ. ഒരു സ്ലാക്ക് ഷർട്ടുമായിട്ട് ഒരിക്കൽ ചീഫ് സെക്രട്ടറി ആർ രാമേന്ദ്രൻ നായർ സാറ്, നല്ല മനുഷ്യനാണ്, പക്ഷേ പുള്ളിയുടെ സാധാരണ ഡ്രസ്സ് പാൻറ്റും ഒരു ഹാഫ് സ്ലീവ് ഷർട്ടുമാണ്. അതുമായിട്ട് ഹൈക്കോടതിയിൽ പോയതിന് ഹൈക്കോടതി അദ്ദേഹത്തെ ശകാരിച്ചു. രാമേന്ദ്രൻ നായർ സാറ് അസാമാന്യ ജെൻറ്റിൽമാനാണ്, ചീഫ് സെക്രട്ടറി ആയിരുന്നു. ബട്ട് ദെൻ ഈ ഡ്രസ്സിൻ്റെ പേരിൽ അവർ ശകാരിച്ചു. സാറ് പിന്നെ പോയിട്ട് ഫുൾ സ്ലീവ് ഷർട്ടിട്ട് വന്നു. പിന്നെ ഹാജരായത് അത്യപൂർവമാണ് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നത്. വിളിച്ചു വരുത്തുമ്പോൾ ദേ ഷുഡ് ലുക്ക് ലൈക്ക് എ ചീഫ് സെക്രട്ടറി. ഫുൾ സ്ലീവ് നിർബന്ധമാണ് ഹൈക്കോടതിയിലൊക്കെ. നമ്മൾ പാർട്ടി ഇൻ പേഴ്സൺ വാദിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോഴോ ഒക്കെ യു ഹാവ് ടു ഹാവ് ഫുൾ സ്ലീവ്. ജുബയുടെ ആകുമ്പോൾ ഈ കഫ് ഉണ്ടാവില്ല. ഷർട്ടാണെങ്കിൽ കഫ് ഉണ്ടാകും, അല്ലെങ്കിൽ ജുബയ്ക്ക് കഫ് ഉണ്ടാകും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കുർത്തയാണ്, അതിന് കഫുണ്ട്. കഫുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. ബട്ട് അതിങ്ങനെ തെറുത്ത് കയറ്റുക രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വഭാവമായിരുന്നു. ഓർക്കുന്നുണ്ടോ? പുള്ളി അടിയുണ്ടാക്കാൻ പോകുന്നു ജുബയായിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കൈ തെറുത്തുക, ഈ കൈ തെറുത്തുക. ഈ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ഒരു ബെലിജറൻ്റ്, ആരോ തല്ലുകൂടാനായിട്ട് പോകുന്നു എന്നുള്ള തുടക്കം. ഇത് ഉപേക്ഷിച്ചിട്ട് പുള്ളി ഇപ്പം മസിലൊക്കെ കാണിച്ച്, നെഞ്ചിൻ്റെ മസിൽ, ഇവിടെ മസിൽ, ഇതൊക്കെ കാണിക്കുന്ന രീതിയിൽ എന്തിനാണ് ഈ ഇത് ചെയ്യുന്നത്? പുള്ളി ഒരു ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അനലൈസ് ചെയ്തിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഒരു സൈക്കോളജിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ യൂട്യൂബ് നിറച്ചതാണ് അനലൈസിങ് ബോഡി ലാംഗ്വേജ്. കഴിഞ്ഞ ആഴ്ച അയാൾ അനലൈസ് ചെയ്തത് ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജാണ്. സ്പീച്ച് അയാൾ കാണിക്കുന്നില്ല, സ്പീച്ച് എടുത്തു കളഞ്ഞു. ബോഡി ലാംഗ്വേജ്, അദ്ദേഹം ഓക്കുപ്പൈ ചെയ്യുന്ന സ്ഥലം 4 മുതൽ 5 അടി വരെയാണ് രാഹുൽ ഗാന്ധിയുടെ മൂവ്മെൻറ്റ്, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്.
പുള്ളി പറഞ്ഞു ഇത്രയും ഹൊറിസോണ്ടലി മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകളെ വെല്ലുവിളിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അതല്ലെങ്കിൽ ഇത്രയും ആൾ മൂവ് ചെയ്യില്ല. സാധാരണ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് മുമ്പോട്ട് പോകുന്നത്. വഴക്കുണ്ടാക്കി ആളുകൾ പിരിഞ്ഞു പോയ സ്ഥലത്തെ മണ്ണ് നോക്കും, ഒരേ കാൽപ്പാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയതായിട്ട് കാണും. വഴക്കെന്ന് വെച്ചാൽ അടിയുണ്ടാക്കിയിട്ടില്ല, വെറും വാഗ്വാദം മാത്രം. വാഗ്വാദത്തിൻ്റെ സമയത്ത് നിന്നാരും സംസാരിക്കില്ല, ഇളകും. ഈ ഇളകുന്നത് ഇദ്ദേഹം അഗ്രസീവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് സൂപ്പർ അഗ്രസീവ് ആകാനായിട്ട് ഇദ്ദേഹം മേശപ്പുറത്തിൽ അടിക്കുന്നുണ്ട്. 2 അടി വലത്തോട്ട് നടന്നിട്ട് മേശപ്പുറത്ത് അടിക്കുന്നു. അതായത് ഇവിടെ അടിക്കാൻ പറ്റുന്നില്ല, വേറെ എന്തോ സാധനം ഇരിക്കുന്നുണ്ടോ. 2 അടി നടന്നിട്ട് അടിക്കുന്നു. അപ്പം കൃത്രിമമായിട്ട് കാണിക്കുന്ന ഒരു അഗ്രസീവ് ബിഹേവിയറാണ്. മേശപ്പുറത്ത് അടിക്കുക എന്ന് പറയുന്നത് തന്നെ അഗ്രസീവ്നെസ്സിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ഇവിടുന്ന് ഞാൻ എണീറ്റ് പോയിട്ട് അവിടെ മൂലയ്ക്കുള്ള മേശയിൽ അടിച്ചിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് ഷോയാണ്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ അഗ്രസീവ്നെസ്, ഈ മസിൽ പഠിപ്പിക്കുക, ഇതെല്ലാം ആരെയും പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഇത് പേടിക്കുന്നുമില്ല. അതിൻ്റെയും ബോഡി ലാംഗ്വേജ് പുള്ളി കാണിച്ചു. സ്പീക്കർ ഇടയ്ക്ക് ഇടപെട്ടിട്ട് പറഞ്ഞു, ഈ അടി കഴിഞ്ഞപ്പോൾ സ്പീക്കർ പറഞ്ഞു, ഇത് ലോക്സഭയുടെ ഫർണിച്ചറാണ്, ഇത് തല്ലിപ്പൊട്ടിക്കരുത് എന്ന് തമാശയായിട്ട് പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. അതോടെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഈ കാണിക്കുന്നത് നാടകമാണ്. അപ്പം താടി ഇങ്ങനെ ഒന്ന് ഇളകുന്നു, അത് ക്ലോസപ്പിൽ കാണിച്ചു പുള്ളി. ഈ താടി ഇളകുന്നത് ഈ നാടകം നിർത്താനുള്ള തുടക്കത്തിലാണ് ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ബോഡി ലാംഗ്വേജ് അനലൈസ് ചെയ്തിട്ടൊരു വീഡിയോ. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹിം. ഈ ഒറിജിനൽ രാഹുൽ ഗാന്ധിയെ മറച്ചു വെച്ചിട്ട് ഒരു കൃത്രിമ രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിന് ഒരു സ്ക്രിപ്റ്റ് പുള്ളി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തയ്യാറെടുക്കുന്നുണ്ട് ഈ നടപ്പ് സംഗതി. രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്നവരിൽ സൈക്കോളജിസ്റ്റും ഉണ്ടാകാം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ സൈക്കോളജിസ്റ്റുകൾ ഉപദേശിക്കാറുണ്ട്, എങ്ങനെ കാണണം, ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെ പറയണം. ഇപ്പോൾ ട്രംപിലെ ഈ വിമാനത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് കയറി വാതിൽ പോയിട്ട് തിരിഞ്ഞു നിന്ന് ഒരടിയടിക്കും. അപ്പോൾ അത് സൈക്കോളജിസ്റ്റുകളുടെ അഡ്വൈസാണ്. അവിടെ വെച്ച് വേണം തിരിഞ്ഞു നിന്നിട്ട് നാടകീയമായിട്ട് ഇത് പറയാൻ. പക്ഷേ അടുത്ത ഈ ട്രംപിൻ്റെ സൈക്കോളജിസ്റ്റ് ലീവാണെന്ന് തോന്നുന്നു. അല്ല, ലീവൊന്നുമല്ല, അവർ ലീവ് എടുക്കുകയില്ല. ദേ വിൽ ബി കണ്ടിന്യൂസ്ലി അഡ്വൈസിങ് ഹിം. ട്രംപ് കാൽക്കുലേറ്റഡ് ആയിട്ട് കാണിക്കുന്ന നാടകമാണ്, രാഹുൽ ഗാന്ധിയും കാൽക്കുലേറ്റഡ് ആയിട്ട് കാണിക്കുന്നതാണ്. ഇത് അറിയാവുന്നതുകൊണ്ടാണ് മോദി അക്ഷോഭ്യനായിട്ട് നിൽക്കുന്നത്. മോദി സംസാരിക്കുമ്പോൾ കണ്ടില്ലേ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ആടും എന്നുള്ളതല്ലാതെ നിൽക്കുന്നിടത്തുനിന്ന് അങ്ങ് പോവില്ല. അഗ്രസീവ് അല്ല പലപ്പോഴും മോദി. അഗ്രസീവ് ആകുന്നത് സാങ്കല്പിക ശത്രു ചൈനയെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആരെങ്കിലുമൊക്കെ ആക്രമിക്കുന്ന സമയത്താണ് പുള്ളി അല്പം അഗ്രസീവ്, പുള്ളിക്ക് മുഖഭാവം. മറ്റത് രാഹുൽ ഗാന്ധി ഒരു തമാശയായിട്ടേ പുള്ളി കണക്കാക്കുന്നത്. ഒരിക്കലും ആ മനുഷ്യൻ്റെ പേര് പറയില്ല, ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയില്ല. അപ്പോൾ പുള്ളി പറയാം, അധ്യക്ഷ മഹോദയ് കൊയ് ബോൾ രഹാ താ, ആരോ പറഞ്ഞു കേട്ടു ഇങ്ങനെ എന്നെ വടി കൊണ്ട് തല്ലും, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെറുപ്പക്കാർ തല്ലും എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ വിചാരിച്ചു എൻ്റെ എക്സർസൈസ് ഒന്നുകൂടെ ഇതാക്കിയിട്ട് തല്ലുകൊള്ളണമല്ലോ. അതെ അതെ, തിരിച്ചു തല്ലാൻ എനിക്ക് പറ്റില്ല, ബട്ട് ആൾക്കാർ വന്ന് തല്ലുമ്പോൾ കൊള്ളാനുള്ള ആരോഗ്യം വേണ്ടേ എന്ന് പറഞ്ഞിട്ട് തമാശയാക്കി മാറ്റുന്നു. അപ്പം ഇത് വല്ലാത്ത ഒരു പ്രശ്നമാണ്. ഈ ബോഡി ലാംഗ്വേജിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇദ്ദേഹം താഴെയാണ് ഇദ്ദേഹത്തിൻ്റെ കൈ എപ്പോഴും, ഷോൾഡർ ലെവലിൽ വരില്ല. പിന്നെ ഷോൾഡർ ലെവലിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വലിയ ആഹ്ലാദം ഉണ്ടാക്കും. വാജ്പേയിയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിട്ടുണ്ട്. വാജ്പേയി ഇങ്ങനെ 2 കൈ പൊക്കുന്നു. എന്തിന്? മോദി പബ്ലിക് സ്പീച്ചിൽ 2 കൈയും പൊക്കും. ഈ 2 കൈയും പൊക്കുമ്പോൾ സദസ്സിൻ്റെ മനസ്സും ഇങ്ങനെ അങ്ങ് പൊങ്ങും, ആഹ്ലാദം ശരിക്കും സിങ്കാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 കൈയും പൊങ്ങും. രാഹുൽ ഗാന്ധി 2 കൈ പൊക്കുകയില്ല, താത്തിയാണ് സംസാരം, ഷോൾഡർ ലെവലിന് താഴെയാണ് രാഹുൽ ഗാന്ധിയുടെ. അപ്പോൾ അത് ഹി ഡസൻറ്റ് വാണ്ട് അതർ പീപ്പിൾ ടു ടേക്ക് ഹിം സീരിയസ്ലി. എനിക്ക് ദേഷ്യമുണ്ട്, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുക അല്ലെങ്കിൽ കേൾക്കാതെ, ഐ ഡോണ്ട് മൈൻഡ്. അതുകൊണ്ട് ഷോൾഡർ ലെവലിന് മുകളിലേക്ക് പോവില്ല.
വാജ്പേയി നേരെ തിരിച്ചായിരുന്നു. വാജ്പേയി ചില കാര്യങ്ങളൊക്കെ കൈ പുറകിൽ കെട്ടി പറയും. വാജ്പേയിയുടെ പ്രസംഗം ഒന്ന് മനസ്സിലിട്ട് നോക്കിയാൽ മതി. ചില സമയത്ത് കൈ പുറകിൽ കെട്ടി പറയും, എന്നിട്ട് പെട്ടെന്ന് കൈ മുമ്പിലെടുത്തിട്ട് പിന്നെ അതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷനാണ്, ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇത് രാഹുൽ ഗാന്ധിയുടെ കൃത്രിമമാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് തന്നെ പ്രസരിപ്പിക്കുന്നു. കണ്ടിരിക്കുന്നവർക്ക് തന്നെ അറിയാം, അനാവശ്യമായ ഉണ്ടാക്കിയെടുത്ത ദേഷ്യം അത് ഇതൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാം സുപ്രീം കോടതിയും വല്ലപ്പോഴും ഒക്കെ ഇത് നോക്കുമല്ലോ. കോടതികൾക്കും രാഹുൽ ഗാന്ധിയെ മനസ്സിലായി വരുന്നുണ്ട്. ബട്ട് ദെൻ ഓൺ ടെക്നിക്കൽ ഗ്രൗണ്ട്സ് അവർ സ്റ്റേ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പരാമർശം രാഹുൽ ഗാന്ധിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് കേരള മീഡിയ അത് മുക്കിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.